ഭൂരിഭാഗം പേരും പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലൊക്കെ ചിന്തിക്കുന്ന ഒരു കാര്യമാണ് പ്രായമായി ഇനി ഭക്ഷണമൊക്കെ നമുക്ക് ഒഴിവാക്കാം, ഇറച്ചി മീനൊക്കെ ഒഴിവാക്കാം, വെറും പച്ചക്കറി മാത്രമായിട്ടൊക്കെ നടക്കുന്ന ആളുകളൊക്കെയുണ്ട്. ഇത് നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം, അവിടെ എപ്പോഴും ഒരു പ്രോട്ടീൻ ലോസ് സംഭവിക്കാം. ആ പ്രോട്ടീൻ ലോസ് സംഭവിക്കാതിരിക്കാൻ ആവശ്യമായ രീതിയിൽ നമുക്കതിനെ ഒരു ഈറ്റിംഗ് പ്ലാനിനെ തയ്യാറാക്കി കൊടുക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതുപോലെ തന്നെയാണ് വർക്കൗട്ടുകളെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ പ്രായം കൂടുന്നതിനനുസരിച്ച് മസിൽ പോകുന്നതിനനുസരിച്ച് പലപ്പോഴും പലർക്കുമുള്ള അസുഖങ്ങളാണ് ജോയിന്റ് പെയിൻസ്. പലരും പറയും നീ പെയിൻ ആണ്, ബാക്ക് പെയിൻ ആണ്, എനിക്ക് കൂടുതൽ നടക്കാൻ സാധിക്കില്ല, കൂടുതൽ സ്റ്റെപ്പുകൾ കയറാൻ സാധിക്കില്ല, എനിക്ക് വണ്ണം കൂടിയത് കൊണ്ട് എൻ്റെ മുട്ടുവേദന തുടങ്ങിയപ്പോൾ ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നിങ്ങൾ നിർബന്ധമായിട്ടും വണ്ണം കുറയ്ക്കണം, ഒരു 10-15 കിലോ കുറയ്ക്കണം. ഈ 10-15 കിലോ കുറയ്ക്കണം എന്ന് പറയുന്നതിൻ്റെ കൂടെ തന്നെ ഡോക്ടർ അടുത്ത വാക്യം പറയുന്നത് നിങ്ങൾ നടക്കരുത്, അധികം ഓടരുത്, അധികം സ്റ്റെപ്പ് കയറരുത്. അതുകൊണ്ട് തന്നെ അവരടുത്ത സ്റ്റെപ്പ് എടുക്കും, അവർ ചിലപ്പോൾ ഭക്ഷണമെല്ലാം കുറച്ചും കൂടി ഒഴിവാക്കും. കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് വെയിറ്റ് കുറയ്ക്കണം. ആ വെയിറ്റ് കുറയ്ക്കാൻ പിന്നെ അവർക്കറിയാവുന്ന മെത്തേഡ് പട്ടിണി എടുക്കുക എന്നുള്ളതാണ്. എന്ത് സംഭവിക്കും? അവർ വെയിറ്റ് കുറയും, അവരൊരു 3-4 കിലോ വെയിറ്റ് ഒക്കെ കുറയും. പക്ഷേ ആ വെയിറ്റ് കുറയുന്നത് അവരുടെ പേശികളിൽ നിന്നായിരിക്കാം. ആ പേശികളിൽ നിന്നാണ് അവരുടെ വെയിറ്റ് കൂടുതലും പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ ഈ മുട്ടുവേദന, ഈ ജോയിന്റ് പെയിനുകൾ വീണ്ടും ഇതെല്ലാം ഇരട്ടിയാവുകയാണ് ചെയ്യുക. പലരുടെയും മനസ്സിലൊരു ധാരണ ഡയറ്റ് എന്ന് പറയുന്നത് ഭക്ഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ കുറച്ച് കഴിക്കുക, അല്ലെങ്കിൽ പട്ടിണി എടുക്കുക എന്നുള്ളതൊക്കെയാണ്. ഡയറ്റ് എന്ന് പറയുന്നത് ശരിയായ ഭക്ഷണം ശരിയായ രീതിയിൽ ശരിയായ സമയത്ത് കഴിക്കുക എന്നുള്ളതാണ്.